ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി മുൻകൂർ ജാമ്യം തേടി. ഹൈക്കോടതിയിലാണ് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഒരു യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണല്ലോ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് വേടൻ പോകുന്നത്. എന്താണ് വിവരങ്ങൾ? സിജു, തൃക്കാക്കര പോലീസാണ് ഈ റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 376, 376(2)N എന്നിങ്ങനെ 2 വകുപ്പുകൾ പ്രകാരം ആണ് വേടനെതിരെ കേസെടുത്തത്. അത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഈ സാഹചര്യത്തിലാണ് വേടൻ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം തേടും എന്നുള്ളത് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ വേടൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇന്ന് തന്നെ പരിഗണിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പരിഗണിക്കുക. ഏത് ബെഞ്ചാണ്, എത്രാമത്തെ ഇനമായിട്ടാണ് പരിഗണിക്കുക എന്നുള്ളത് അല്പസമയത്തിന് തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പരസ്യമായൊരു പ്രതികരണത്തിന് വേടൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ പരാതിയിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം താൻ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വേടൻ്റെ നിലപാട്. മുൻകൂർ ജാമ്യാപേക്ഷയിലും അക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കോട്ടയം സ്വദേശിനി പറയുന്ന ആരോപണം അനുസരിച്ച് അത് ഗുരുതരമായ പരാതിയാണ്. 2021 മുതൽ 2023 വരെ പലയിടങ്ങളിലായി, കോഴിക്കോടും കൊച്ചിയിലുമായി പലയിടത്ത് വച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു. വിവാഹ വാഗ്ദാനം നൽകിയാണ് അത്തരത്തിൽ പീഡിപ്പിച്ചത്. മാത്രമല്ല ചില സാമ്പത്തിക ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഈ കോട്ടയം സ്വദേശിനിയുടെ പരാതിയിലുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു തൃക്കാക്കര പോലീസ് വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത്. ഇതിൽ പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല പരാതിയിൽ പലരുടെയും പേരുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇക്കാര്യം അറിയാവുന്ന പലരുമുണ്ട് എന്ന പരാതിയിലുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ കണ്ട് മൊഴിയെടുക്കണം. അതിനുശേഷമായിരിക്കും വേടനെ വിളിച്ചു വരുത്തുന്ന നടപടിയൊക്കെ ഉണ്ടാവുക എന്ന് സിറ്റി പോലീസ് കമ്മീഷണറും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് ഗുരുതരമായ വകുപ്പും ജാമ്യമില്ലാ കുറ്റവുമായതുകൊണ്ട് തന്നെ വേടൻ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. സിജു, കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി.